Welcome to Zach Dreams. ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പം രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പരിപാടി തന്നെ ചായക്കുള്ള വെള്ളം കറണ്ടടുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതാ മാവൊക്കെ ദോശക്കുള്ള മാവൊക്കെ രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചു. ഇനി നമ്മുടെ സക്കിയക്കുട്ടി മദ്രസയിലൊക്കെ പോകാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ദോശ ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ പാനും കൂടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചായയൊക്കെ റെഡിയായി. അതിൽ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് സക്കിയക്കുട്ടിക്കുള്ള ചായ മാത്രം കപ്പിലേക്ക് കുറച്ച് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാനൊക്കെ ചൂടായി വന്നപ്പോൾ ദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം അവൾക്ക് ഇങ്ങനെ നെയ്യാക്കി ദോശ ചുടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നെയ്യ് ദോശ മതി എന്നാണ് എപ്പോഴും പറയുക. അപ്പോൾ ഞാൻ അതിൻ്റെ അതിൻ്റെ മുകളിലൊന്ന് തട്ടിപ്പോയിട്ട് തുറക്കുന്ന സമയത്തൊന്ന് മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് മേലെ കുറച്ച് നെയ്യൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സക്കിയക്കുട്ടീനെയൊക്കെ റെഡിയാക്കി കൊടുത്ത് അവൾ മദ്രസയിലേക്ക് പോവുകയാണ് കേട്ടോ. ഷെഫിക്ക കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം രാവിലെ യൂണിഫോമും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് തന്നെയാണ് അവൾ പോവുക സ്കൂളിലേക്കുള്ളത്. പിന്നെ സ്കൂളിലേക്കുള്ള ബാഗും ചായയൊക്കെ ആയിട്ട് ഞാൻ മദ്രസിൻ്റെ അവിടേക്ക് പോകും. അവിടുന്ന് ചായയൊക്കെ കൊടുത്ത് പിന്നെ സ്കൂളിലേക്ക് വണ്ടി കയറ്റി വിടുകയാണ് കേട്ടോ ചെയ്യുക. 9 മണിയാകുമ്പോഴാണ് അവർക്ക് സ്കൂൾ ബസ് വരിക. അങ്ങനെ അവളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പോണത് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിൽ വീട് കൂടലൊക്കെ എല്ലാവരും ആദ്യം മുതലേ വീഡിയോ കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ അടുക്കള കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം അടുക്കളേൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടുപ്പൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ചെറുതായിട്ടൊരു പാല് കാച്ചലും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞാനും ഷെഫീക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീടിൻ്റെ മുൻവശമൊന്നും പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം സമയം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സക്കിക്കുട്ടീനെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് വൈകി പോയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ ഉസ്താദൊക്കെ വന്നിട്ടുണ്ട്. ഉസ്താദ് തീ കത്തിക്കുകയാണ്. അപ്പം തീ കത്തിച്ച് നമ്മൾ വീട് കൂടലിൻ്റെ സമയത്ത് ഗ്യാസിൽ പാല് കാച്ചിയതൊക്കെയാണ് കേട്ടോ. എന്നാലും നമ്മൾ അടുപ്പുണ്ടാക്കിയാൽ ആ ഒരു ചടങ്ങ് നടത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പിന്നെ മൗലൂദും കൂടെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റബീഉൽ അവ്വൽ മാസത്തിൽ ആയിരുന്നു കേട്ടോ പാല് കാച്ചൽ. അപ്പോൾ ഇതിപ്പോൾ കുറേ ദിവസമായി എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ പാല് കാച്ചലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് വരാൻ വൈകിയോണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ അടുക്കള. അപ്പോൾ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലിങ്ങനെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ക്യാമറ കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ആവാം പാലിന് പൊങ്ങി വരാനൊരു ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞ് അടച്ചു വെച്ച് നോക്ക് എന്നാൽ പൊങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയ സമയത്താണ് അത് തിളച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണല്ലോ, അല്ലെങ്കിലും പാലിനൊരു പൊതുവേ ഉള്ളൊരു സ്വഭാവമാണല്ലോ അല്ലേ. നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് തിളയ്ക്കൂല. നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് മാറിയാൽ അപ്പം തിളച്ച് മറിയും. അപ്പം പാലിലേക്ക് ഇങ്ങനെ നോക്കിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുക തന്നെയാണ്. അപ്പോൾ നമ്മളെ മൗലൂദൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഒരു 9:30 ആയപ്പോഴാണ് ഉസ്താദ്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പൊറോട്ട, പത്തിരി, നെയ്പ്പത്തിരി, പിന്നെ ചിക്കൻ കറി, ബീഫ് വരട്ടിയത് ഇത്രയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ചെറുതായിട്ട് ചെറിയ മധുര പലഹാരങ്ങളും. അങ്ങനെ നമ്മുടെ മൗലൂദും ദുആയൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ്മാരൊക്കെ പോവാണ് കേട്ടോ. എൻ്റെ ഉപ്പയും ഉസ്താദാണ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പ നിൽക്കുന്ന അവിടെയുള്ള ഉസ്താദുമാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകാനിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ ഞാൻ രാവിലെ തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയിക്കാണ് കേട്ടോ. നമ്മുടെ സക്കിയക്കുട്ടി അറിയുക പോലും ഇല്ല ഇങ്ങോട്ട് വന്നത്. പിന്നെ വീഡിയോ വൈകുന്നേരം ഞാൻ പോയാൽ എന്തായാലും അവൾ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോഴായിരിക്കും കള്ളി വെളിച്ചത്താവുക. അപ്പോൾ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ വിശ്വസിക്കലുണ്ടാവില്ല. അവൾക്കറിയാം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കും എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ ആൾ ഫോണ് ചെക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ നിന്നു. നമ്മുടെ സക്കിയക്കുട്ടി വരാൻ ആയ സമയത്താണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു
തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ശരിക്കും ഇത് വ്ളോഗ് ആക്കാൻ വേണ്ടി എടുത്ത് വെച്ച വീഡിയോ ഒന്നുമല്ല. നമുക്ക് സ്റ്റാറ്റസ് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഈ വീടിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.